മോനെ നീങ്ങുന്ന അച്ഛ ഇത് തെറ്റിദ്ധാരണകള്. നാരായണൻകുട്ടി, എന്തോ ഇടങ്കോലിടരുത്. എടാ, ചെറുപ്പത്തിലെ നിങ്ങളുടെ അമ്മ മരിച്ചു, പിന്നെ അച്ഛൻ വേറൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. നിനക്ക് വേണ്ടിയാ ജീവിച്ചത്. എനിക്കും വേണ്ട. ഞാൻ ജീവിതകാലം മുഴുവൻ ഒറ്റന്തടിയായിട്ട് നിൽക്കണോ? ദൈവമായിട്ട് ആ കൊച്ചിനെ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുക. അല്ല അച്ഛാ, എനിക്ക് ആ പെങ്കുച്ചിനെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഇഷ്ടം നീ അങ്ങോട്ട് മറന്നേക്കുക. ഒരു ദുസ്വപ്നം കണ്ടതുപോലെ നീ അങ്ങോട്ട് മറന്നേക്കുക. അല്ല, എനിക്ക് അച്ഛൻ കെട്ടിക്കോളാം, അച്ഛൻ പൊന്നുപോലെ നോക്കിക്കോളാം. പിന്നെ നീ അമ്മയായിട്ട് മാത്രമേ കാണാവൂ. അല്ല അച്ഛാ, എന്റെ കാര്യം. എടാ, നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കുമെങ്കിലും നിനക്കൊട്ടും പ്രായമായിട്ടില്ലെന്ന് അച്ഛനറിയാലോ. നിനക്ക് നല്ലൊരു കിളി പോലൊരു പെങ്കൊച്ചിനെ അച്ഛൻ സെറ്റ് ചെയ്ത് തരാം. തെറ്റ് ചെയ്തിരാ കേട്ടാ? അത് മതിയെന്നാൽ. നമ്മുടെ ബ്രോക്കറല്ലേ നിൽക്കുന്നത്, പുള്ളി ചെയ്തു തരും. എനിക്ക് ഇതുപോലെ തന്നെയുള്ള ഞാൻ ഏറ്റവും എനിക്ക് കമ്മീഷൻ കിട്ടിയാ പോരെ. അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അച്ഛാ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ? ആരാ നിന്റെ അച്ഛൻ? എന്നൊക്കെ പ്രായത്തിലുള്ള നിനക്ക് മുടിയും കറപ്പിച്ചിട്ട് വന്നേക്കാണ് തെണ്ടി. അച്ഛനെ ചീത്ത പറയല്ലേ ഞാൻ പറഞ്ഞു. എന്റെ അപ്പൂപ്പിന്റെ പ്രായത്തിലുള്ള നിനക്ക് ചേട്ടനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നു? ഇവനെ പോലുള്ള നാറുകളെ എന്റെ വീട്ടിൽ കയറ്റി എന്നെ വേണം തല്ലാൻ. അതിനെന്താ തല്ലിയില്ലേ? ഇറങ്ങിപ്പോടാ. അപ്പൊ വരാൻ താല്പര്യമില്ല? എനിക്ക് താല്പര്യമില്ല. വേണ്ട, കുഴപ്പമില്ല. എടാ, നാളെ എവിടെയാണ് ഇവന് പെണ്ണ് കണ്ടതെന്ന് പറഞ്ഞു? മൂവാറ്റുപുഴ. അപ്പൊ നമുക്ക് മൂവാറ്റൂടെ പോയി കാണാം. അല്ല, മോചോടെ അച്ഛൻ വരണ്ട. ഞാനും ബ്രോക്കർ മാത്രം പോകാം.